കഴിഞ്ഞ വീക്കെൻഡിൽ ഒന്ന് ഫാമിലി ആയിട്ട് പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് ബബലൂസ് ഭയങ്കര ഒരു വാശി പിടിക്കലും ഒരു കച്ചറ ഉണ്ടാക്കലൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി അവന്. എനിക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു, അവനൊന്ന് അടിക്കേണ്ടി വന്നു. പിന്നെ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവനെ കാറിലിരുത്തി പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒരു സൈലൻ്റ് ആയിരുന്നു. സാധാരണ അവനാണ് പാട്ടൊക്കെ ഓൺ ചെയ്ത് അതിൻ്റെ കൂടെ പാടുകയൊക്കെ ചെയ്യും. പക്ഷേ യാത്ര ഭയങ്കര സൈലൻ്റായി. ഒരുപാട് നേരം കേട്ടോ, കുറച്ച് നേരം എന്നല്ല, ഒരുപാട് നേരം സൈലൻ്റ് ആയിട്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങും ഒരു പാർക്കിലും പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ ആയപ്പോൾ എല്ലാവരും ടോട്ടലി ഒന്ന് ഹാപ്പിയായി. നല്ല സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ കിടക്കാൻ സമയത്ത് എത്രയായിട്ടും ഉറക്കം വരുന്നില്ല. അതായത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. എന്തോ മനസ്സിലെന്തോ ഒരു കുറ്റബോധം പോലെ, ഞാൻ എൻ്റെ കുട്ടിയെ തല്ലിയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിലിങ്ങനെ വേട്ടയാടുക. ചിലപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികളോട് ദേഷ്യം പിടിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അടിക്കേണ്ടി വരും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളൊരു ഹാപ്പി മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ യാത്രയിലോ ഒരു ഫംഗ്ഷനിലോ ഒക്കെ ആകുന്ന സമയത്ത് നമ്മളെപ്പോഴും മക്കൾ ചിലപ്പം ചില വികൃതികളൊക്കെ കാണിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇറിറ്റേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. നമ്മുടെ ആ ഒരു ഹോൾ ഡേ തന്നെ ചിലപ്പം സങ്കടത്തിലായേണ്ടി വരും. രാവിലെ എണീറ്റപ്പോൾ തന്നെ അവനെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബബലൂസേ സോറി, അബ്ബാക്ക് ആ സമയത്ത് ദേഷ്യം വന്നപ്പോൾ തല്ലിയതാട്ടോ എന്ന് പറഞ്ഞു. ഒരു നിസ്സാവസ്ഥയിൽ അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് സാരല്ല അബ്ബാ, അത് പോട്ടെ എന്ന് പറയാം, ഞാൻ വികൃതി കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞു.